പക്ഷെ ഒരു മോശം സമയം വന്നാൽ അതില് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവൂന്നുള്ളതല്ലേ. അത്ര ആ ഒരു കാര്യം പറയുമ്പോ മാത്രമാണ് എനിക്കൊരു വിഷമം വരുള്ളൂ. ഓക്കെ അല്ലേ, എന്താണ് മൈൻഡ്, എനിക്ക് ഓക്കെ അല്ലേ. നമ്മളെ 2 ബോട്ടിൽ കയറിയാൽ തന്നെ ഞാൻ ചിലപ്പോ ഓഫ് ആവും. ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് ലാസ്റ്റ് ഗെയിം മുതൽ ജലദോഷം പിടിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ജലദോഷം പറഞ്ഞാല് കഫക്കെട്ട് നന്നായിട്ട്. അത് നമ്മൾ ഭയങ്കര പ്രശ്നമാന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാല് പ്രശ്നം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ലൈഫിൽ നമുക്ക് തോന്നുമല്ലോ, നോർമൽ ലൈഫിൽ ഇതൊക്കെ വലിയ പ്രശ്നമാണല്ലേ. അത് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ ഇനി ഒരു വിഷയമില്ല, ബാക്കി എന്ത് പ്രശ്നം ലൈഫിൽ വന്നാലും നമ്മൾ വളരെ ട്രിഗർ ആവാതെ ഭയങ്കര കൂളാക്കി എടുക്കും. അതാണ് ഇതിന്റെ ഒരു കാര്യം. ഞാൻ അതുകൊണ്ട് ഭയങ്കര ബോണസ് ആക്കി എടുത്തേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞാല് ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റിയതല്ലേ. ഇപ്പൊ എനിക്ക് പറയാം, ഞാൻ ബാംഗ്ലൂരിൽ ഇരുന്ന് ഇതുപോലെ കുറച്ച് വേറെ ഉള്ളിൽ കൂടെ പറഞ്ഞ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കഫേ പോലെ റെന്റ് റൂമിന്റെ റെന്റിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് നിന്നിരുന്നു. അപ്പൊ ഫ്രണ്ട് സർക്കിൾ ഒരുപാട് ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നിരുന്ന സമയത്തും ബോഡി ബിൽഡിംഗ് ആണല്ലോ, അപ്പോൾ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു, വലിയ സർക്കിൾ ആയിരുന്നു. പക്ഷെ ഞങ്ങളെ അസുഖം വന്ന സമയത്ത് എനിക്ക് രണ്ട് പേരേ ഉള്ളൂ ആ കാര്യത്തിൽ പറയാൻ. ഒന്ന് ഇർഫാന്, തൊട്ടപ്പുറത്ത് വീടെന്ന് പറയാം, ഞങ്ങളൊക്കെ ഒരേ വീട്ടുകാരാണ്, ഞങ്ങള് അയൽവാസി എല്ലാവരും. അപ്പൊ തൊട്ടപ്പുറത്ത് വീടാണ് ഇർഫാന്, അവന് ഷിനുവായിട്ടുള്ളൂ. ഞങ്ങൾ എത്രമാത്രം കംഫർട്ട് ആക്കി വെക്കാൻ പറ്റുമോ അത്ര. ആ ഒരു കാര്യം പറയുമ്പോൾ മാത്രമാണ് എനിക്കൊരു വിഷമം വരുള്ളൂ. ആൺകുട്ടികൾ പൊതുവെ എങ്ങനെയാണ്, കുറെ അധികം ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ പറയുന്ന പോലെ അത് അവർക്ക് വേണ്ടി എന്നും പോവും. വീട്ടിൽ ഇരിക്കല് ഭയങ്കര കുറവായിരിക്കും. പറയുന്ന പോലെ പാർട്ട്ണറിന് പോലും ടൈം തരുന്നതിനെ എന്ന് വെച്ചാൽ തരുന്നില്ല എന്നല്ലെങ്കിൽ പോലും കൂടുതലും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാരാ. പക്ഷെ ഒരു മോശം സമയം വന്നാൽ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവൂന്നുള്ളതല്ലേ. അതും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലേന് മാത്രം. ഞാൻ അത് ആലോചിക്കുന്നത്, എന്താണ് ഇവർക്ക് ഇതിനു വേണ്ടി ചെയ്തു കൊടുത്ത്, ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. കാരണം നമുക്ക് ഒന്നും ഇപ്പൊ ഈ സാധനം വാങ്ങിത്തരുതാ, പൈസ ഒന്നും അല്ല ഇതിന്റെ കാര്യം. നമ്മളെ എന്നും വിളിച്ചിട്ട് എടാ എന്താണ്, ഓക്കെ അല്ലേ, എന്താണ് മൈൻഡ്, എനിക്ക് ഓക്കെ അല്ലേ, നമ്മളൊക്കെ ഉണ്ട്, എന്താ ആവശ്യം വിളിച്ചോ. അങ്ങനെ ഒരാൾ എന്നും വിളിച്ച് പറയാ, നമ്മളെ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് എന്നുള്ളൊരു മൈൻഡിലും വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ അത്രയും കംഫർട്ടായി നിർത്തി രണ്ടുപേരാണ് അവര്. ഞങ്ങൾ ഈ ട്രീറ്റ്മെന്റ് പോകുമ്പോ തന്നെ ഞാനവന് മാത്രം RCCക്ക് പോക്ക്. അപ്പൊ ആ സമയത്ത് തന്നെ ഫാമിലി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ആകെ വിളിച്ചിട്ട് അന്വേഷിച്ച് തരുന്നത് 2 ആൾക്കാർ മാത്രമേ. എങ്ങനെയാണോ ഓക്കെ അല്ലേ, ഓക്കെ ആ സമയത്ത് തോന്നല്ല. ഞാൻ ചിലപ്പോ മെഡിസിന്റെ ഇതിലാവും. ഞാൻ ചിലപ്പോ മെഡിസിൻ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് അത്രയും ഡോസ് കയറില്ലേ. അപ്പൊ നമ്മള് ചിലപ്പോ അപ്പൊ തന്നെ എനിക്കൊരു ഫസ്റ്റ് 2 ബോട്ടിൽ കയറിയാൽ തന്നെ ഞാൻ ചിലപ്പോ ഓഫ് ആവും. ഫസ്റ്റത്തെ ദിവസമൊക്കെ ഏകദേശം ഞങ്ങൾ ഒരു പുലർച്ചെ 2 മണിക്കൊക്കെയാണ് ഫസ്റ്റത്തെ ദിവസം ബോട്ടിലൊക്കെ കയറി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങല്. രണ്ടാമത്തെ ഉച്ചക്ക് സ്റ്റാർട്ട് ചെയ്യും, ഉച്ച കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് പുലർച്ചെ കഴിയുള്ളൂ. ഒരു 6-7 ബോട്ടിൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. സ്കീം നമുക്ക് ട്രിപ്പ് ഇടാണ് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് മെഡിസിനും ഇതുപോലെ കയറ്റും. ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ അതിന്റെ ഗ്യാപ്പിൽ മെഡിസിൻ കയറ്റും. അപ്പൊ ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത്രയും സമയം എടുക്കും. ഫസ്റ്റ് ഡേ ഇത്ര 6 to ചില ദിവസം 6 ആവും, ചില ദിവസം 7 ആവും, അങ്ങനെയാണ്. 4 ദിവസമായിട്ട് കീമോ. സെക്കൻഡ് ഡേ 3 കുപ്പി ഉണ്ട്, പിറ്റേ ദിവസം 1 കുപ്പി, അങ്ങനെയാണ്. പിന്നെ ഇതുപോലെ ബൂസ്റ്റർ, കൗണ്ടിന്റെ ബൂസ്റ്ററും, അങ്ങനെയാണ് ഈ 4 ദിവസം. അങ്ങനെയാണ് ഒരു സൈക്കിള്. അങ്ങനെ 6 സൈക്കിൾ ഉണ്ട്. അതെ, 6 കഴിഞ്ഞു. അപ്പം ഈ കീമോ ഇപ്പം 4 ദിവസമാന്ന് പറഞ്ഞു. അപ്പൊ എത്ര ദിവസം മുമ്പ് അഡ്മിറ്റ് ചെയ്യണം, എത്ര ദിവസം? അഡ്മിഷൻ ഒന്നുമില്ല. നമ്മൾ ഇവിടുന്ന് ഇന്നാണ് കീമോ എന്നുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റ് നമ്മൾ കയറും, അന്ന് മോർണിംഗ് നമ്മൾ എത്തും, അന്ന് നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടുന്ന് കീമോ കഴിയുന്നു. നമ്മൾ പുറത്ത് റൂം എന്ന് പറഞ്ഞാൽ CH സെന്റർ, അവിടെ നിൽക്കല്. കുറച്ച് ട്രസ്റ്റും കാര്യങ്ങളും അങ്ങനെ ആയിട്ടുള്ളത്. പേഷ്യൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രസ്റ്റും കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സെയിം നമ്മൾ അവിടുന്ന് പോകുന്നു. അധികം അയാൾക്ക് നിൽക്കേണ്ടി വന്നില്ല. ലാസ്റ്റ് പോയി ഭയങ്കര കഫക്കെട്ട് വന്ന സമയത്താണ് ഒരു 3 ദിവസം എക്സ്ട്രാ നെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കേണ്ടി വന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കീമോ കഴിഞ്ഞാൽ ഇങ്ങനെ കയറും. വലിയ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, തൊട്ടടുത്ത് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ആവണല്ല, നമ്മളെ ഹാപ്പി ആയിട്ട് ഇരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ സെക്കൻഡ് ലാസ്റ്റ് ഗെയിം മുതൽ ജലദോഷം പിടിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ജലദോഷം പറഞ്ഞാല് കഫക്കെട്ട് നന്നായിട്ട്. പക്ഷെ നമ്മള് ഓക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഓക്കെ തന്നെയാണ്. ഇപ്പൊ മാറാറായി, അത്രയും പ്രശ്നമൊന്നുമില്ല. അപ്പൊ മാറാറായി, കുഴപ്പമില്ല, അങ്ങനെയാണ്. അത് നമ്മൾ ഭയങ്കര പ്രശ്നമാന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാല് പ്രശ്നം തന്നെയാണ്. എന്തായാലും വരാനുള്ളത് വന്നു. പിന്നെ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കാണ്ട് മുന്നോട്ട് പോവുക, അത്ര.